ഇത് നമ്മുടെ മെലസ്റ്റോമ ചെടിയാണ് കേട്ടോ. ഇത് നമ്മൾ ഒരു കമ്പ് പിടിപ്പിച്ച് വളർത്തിയെടുത്തതാണ്. ഒരു ചെറിയ കമ്പ്, നമ്മുടെ കൈപ്പത്തിയുടെ നീളമുള്ള ഒരു ചെറിയ കമ്പ്, ഒത്തിരി മൂക്കാത്ത കമ്പ് തന്നെ മതി ഈ ഒരു ചെടി നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ ഈ മെലസ്റ്റോമയും. അതെ, ഇതും അങ്ങനെ തന്നെ. ഇത് ഡാർക്ക് വയലറ്റ് കളറാണ്. ഇതും നന്നായി തന്നെ പൂത്തിട്ടുണ്ട്. ഇതിൻ്റെ പൂക്കളിങ്ങനെ നിലത്ത് മുട്ടിക്കിടക്കുകയാണ് കണ്ടോ, നല്ല രസമായിട്ട് നിലത്ത് മുട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതും അങ്ങനെ ഒരു ചെറിയ കമ്പ് നട്ടുപിടിപ്പിച്ച്, ചട്ടിയിലാണ് നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ വേരണങ്ങാതെ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഇവിടെ പ്ലാന്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞങ്ങൾ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും മാത്രമാണ് ഇതിന് കൊടുക്കുന്ന വളം. അത് കടയൊന്നും കിളയ്ക്കാറില്ല, ചൂട്ടിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയുള്ളൂ. കടയൊക്കെ കിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ വേരുകളൊക്കെ പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഇതിന് രാസവളം ഒന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല കേട്ടോ. പിന്നെ എല്ലാ ദിവസവും നനച്ചു കൊടുക്കും. നല്ല നന ഈ ചെടിക്ക് ആവശ്യമാണ്. പിന്നെ നല്ല ചൂടുമാണല്ലോ, അപ്പോൾ പിന്നെ നനയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ, ഒരു ദിവസം നനയ്ക്കാതിരുന്നാൽ തന്നെ വാടും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും നനച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി തന്നെ നനച്ച് കൊടുക്കും. നല്ല വെള്ളം ആവശ്യമുള്ള ഒരു ചെടിയാണ്. ചട്ടിയിലാവുമ്പോൾ രാവിലെയും വൈകുന്നേരവും നനയ്ക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഒരു നേരമേ ഞങ്ങൾ നനയ്ക്കാറുള്ളൂ. ഇതിപ്പോൾ താഴെയാണ് വെച്ചിരിക്കുന്നത്. മെലസ്റ്റോമയുടെ ഇത്രയും വലിപ്പമുള്ളൊരു കമ്പ് മതി നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിലുള്ള ഇലകളൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. മുകളിൽ 2 കമ്പിലും 2 ഇലകൾ വീതം നിർത്തിയിട്ടുണ്ട്. അത്രയും മാത്രം നമ്മൾ നിർത്താവുള്ളൂ. ഓക്കേ, താങ്ക് യു വെരി മച്ച്.